KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമായി SSF തിരഞ്ഞെടുപ്പ് രേഖ. ആത്മനിർവൃതിയിൽ ആയിരങ്ങൾ ഒത്തുകൂടി. ഖത്മുൽ ബുഖാരിക്കും ആത്മീയ സമ്മേളനത്തിനും പ്രൗഢമായ സമാപനം. സൊമാലിയ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌനം കേരളത്തെ ഞെട്ടിച്ചുവെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. BJP പിടിക്കുന്ന വോട്ടുകൾ LDFന്റെ വിജയസാധ്യത കൂട്ടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ബുഖാരി ക്ലാസിന്റെ വാർഷിക സമാപനമായ ഖത്മുൽ ബുഖാരിയും ആത്മീയ സമ്മേളനവും മർക്കസിൽ സമാപിച്ചു. ഇസ്ലാമിക ലോകത്തെ വ്യാഖ്യാത കൃതിയായ ബുഖാരി മർക്കസിൽ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് ദിവസവും പാരായണം ചെയ്തു കൊടുക്കുന്നതിന്റെ സമാപനമാണ് ഖത്മുൽ ബുഖാരി. വൈകുന്നേരം 4 മണിയോടെ ആരംഭിച്ച ഖത്മുൽ ബുഖാരി സമ്മേളനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി. അറബ് ലീഗിന്റെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ മാസിൻ അൽ മസ്ഊദ് ഉദ്ഘാടനം ചെയ്തു. اليوم ومع تطور العلاقات ما بين الطرفين العربي الهندي ووجود سفارات وممثليات لأعضاء جامعة الدول العربية ل 22 دولة موجودة على عموم الهند، فضلا عن القنصليات الأخرى. هذه السفارات والمندوبيات تعمل بكل قوة على دعم المعاهد والمؤسسات والجامعات الهندية، خاصة التي تهتم باللغة العربية. ونحن الآن لدينا منتدى للتعاون العربي الهندي، حيث كان هنا الأمين العام لجامعة الدول العربية الحالي الدكتور نبيل عربي في ديسمبر 2014، ووقع اتفاقية للتعاون المشترك ما بين الهند وجامعة. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ സയ്യിദ് നാസർ മുഹമ്മദ് റാഷിദ് UAE, മുഹമ്മദ് ഇബ്രാഹിം ഹുമൈദ് ഹമീദ് ജാസിം, ആഷിഫ് അലവി സഖാഫി, മുഹമ്മദ് ഉബൈദുല്ലാഹിൽ മുഹമ്മദ് സയ്യിദി, നാസിർ റാഷിദ് മുഹമ്മദ് സഅബി എന്നീ വിദേശ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി. സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ എന്നിവർ നേതൃത്വം നൽകി. മർക്കസിൽ മുൻകാലത്ത് മാതൃകാപരമായി സേവനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. സുന്നികൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ലെന്നും എന്നാൽ രാഷ്ട്രീയ നയമുണ്ടെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചവരെ സഹായിക്കുകയും എതിരി നിന്നവരെ എതിർക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉണ്ടാക്കുന്നതിന്റെ പേരിലാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇലക്ഷൻ വരുന്നു, തീർച്ചയായും വോട്ട് ചെയ്യണം. ഒറ്റ കുട്ടിയും വോട്ട് ചെയ്യാതെ നിന്നോടാ. ജമാഅത്തെ ഇസ്ലാമി പണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ താഗൂത്തി ഗവൺമെന്റാണ്, അനിസ്ലാമിക ഗവൺമെന്റാണ്, അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് വോട്ട് ബഹിഷ്കരിച്ചിരുന്നു. പിന്നീട് അവർക്കും നേരം വെളുത്ത് അത് വേണമെന്ന് തോന്നി. ഇപ്പോൾ അവര് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവർ തന്നെ മത്സരിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ നില, അന്നും ഇന്നും ഒരേ നയം. നമുക്ക് രാഷ്ട്രീയമില്ല എന്ന രാഷ്ട്രീയം, രാഷ്ട്രീയമില്ല എന്ന രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർക്ക് രാഷ്ട്രീയം പറ്റൂല. എന്താ പറ്റാത്തത്? ഒരു പള്ളിയിൽ ഒരു ഖത്തീബ്, ആ ഖത്തീബ് ഒരു രാഷ്ട്രീയക്കാരനായാൽ ആ പള്ളിയിൽ വരുന്ന പകുതി പേരും അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കൂല, അദ്ദേഹത്തെ വെറുക്കും. വേറൊരു പള്ളിയിൽ മറ്റൊരു രാഷ്ട്രീയക്കാരനാണ് എങ്കിൽ അവിടെയും പകുതി ആളുകളെ ഇയാളെ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പൊ അങ്ങനെ പള്ളിയിലുള്ള ഖത്തീബുമാര്
മുദരിസുമാര് അവരാരും രാഷ്ട്രീയക്കാരാവരുത് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ തത്വം അതാണ്. നമുക്കെല്ലാവരും വേണം. പക്ഷേ ഹക്കിനെ സഹായിക്കുന്നവരെ സഹായിക്കണം, അല്ലാത്തവരെ എതിർക്കണം. അതാണ് ഞങ്ങളുടെ പദ്ധതി. ഹക്കിനെ ആര് സഹായിക്കുന്നു? നമ്മുടെ പദ്ധതി നമുക്കതൊക്കെ നടത്തണം. ഇവിടെ സ്കൂൾ വേണം, മദ്രസ വേണം, സ്ഥാപനങ്ങൾ വേണം, യൂണിവേഴ്സിറ്റി വേണം, എല്ലാം നമുക്ക് വേണം. ഇതിന് നമ്മെ സഹായിക്കുന്നവരും ഒത്താശ ചെയ്തു തരുന്നവരും ആരാണോ അവരെ നാം സഹായിക്കുന്നു. അതിനെതിര് നിൽക്കുന്നവരെ നാം എതിർക്കുന്നു. അതുപോലെ നമുക്ക് എല്ലാ പള്ളികളിലും പോയി പ്രസംഗിക്കണ്ടേ? അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് അനുവദിക്കാത്ത വിഭാഗം ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ പിന്താങ്ങാൻ പറ്റുന്നില്ല. എന്നല്ലാതെ ഈ ഉസ്താദന്മാർക്ക് എന്താ രാഷ്ട്രീയം എന്ന് വെക്കണ്ടേ? നമുക്ക് രാഷ്ട്രീയമല്ല, ഇല്ലാന്ന് തന്നെ സത്യം തന്നെയാണ്. അതൊരു മറച്ചുവെക്കുന്ന വാക്കല്ല, ഇല്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ നയം സ്വീകരിക്കാതിരുന്നാൽ ആലിമീങ്ങളെ ഇവിടെ ചവിട്ടിത്താത്തി കളയും. വൈകിട്ട് 7 നടന്ന ആത്മീയ സമ്മേളനം ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസംഗിച്ചു. ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഭാരവാഹികളെ മർക്കസ് ആദരിച്ചു. സി മുഹമ്മദ് ഫൈസി, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ സംബന്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ അവഹേളിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വാസ്തവ വിരുദ്ധമെന്ന് അറിയിച്ച ശേഷവും സൊമാലിയൻ പ്രയോഗത്തെക്കുറിച്ചുള്ള മൌനം കേരളത്തെ ഞെട്ടിച്ചു. തിരുത്തുന്നതിന് ലഭിച്ച അവസരം പ്രധാനമന്ത്രി പാഴാക്കി. ഗുജറാത്തിനേക്കാളും ദേശീയ ശരാശരിയേക്കാളും മുന്നിലാണ് കേരളം. അപ്പോൾ ഇന്ത്യയെയും ഗുജറാത്തിനെയും മോദി എന്ത് വിളിക്കുമെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത് പരിശോധിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. കേരളത്തെ ഇത്ര അപമാനകരമായിട്ടുള്ള പരാമർശം നടത്തിയ അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ചല്ല, തെറ്റായ കാര്യമാണ്. അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകാതെ ഇരുന്ന സാഹചര്യം. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ യോഗത്തിലാണ്, തെരഞ്ഞെടുപ്പിനൊരായുധമായിട്ടാണ് ഈ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്. അത് ആ തെറ്റ് തിരുത്താൻ അവസരമുണ്ടായിട്ടും അത് തിരുത്താതെ ഇരുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് എന്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുകയാണ്. കേരളത്തിൽ BJP പിടിക്കുന്ന വോട്ടുകൾ LDFന്റെ വിജയസാധ്യത കൂട്ടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ UDFന്റെ ശക്തി LDF കുറച്ചു കാണുന്നില്ല. മലപ്പുറത്തുൾപ്പെടെ 2006 ആവർത്തിക്കും. തിരഞ്ഞെടുപ്പിന് ശേഷം VSന്റെ സ്ഥാനം സംബന്ധിച്ച് CPMന് ഉത്കണ്ഠയില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് ആണ് അതിന്റെ നേതൃത്വമെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ആണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ശക്തി. അതിന്റെ കൂടെ കേരള കോൺഗ്രസുമുണ്ട്. ജാതിമത ശക്തികളുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും UDFനും ഉണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഗണ്യൊരു ഭാഗം UDFനെ ഇപ്പോഴും അനുകൂലിക്കുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ആ ശക്തി ഞങ്ങൾ കുറച്ചു കാണുന്നില്ല. ഇടതുപക്ഷവും UDFും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ വ്യത്യാസം ചെറിയ ശതമാനത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. കേരളത്തിൽ ഒരു 3-4 അസംബ്ലി മണ്ഡലങ്ങൾ തോറ്റാലും ജയിച്ചാലും ഭരണമാറ്റം വരുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണ് ഞങ്ങൾ UDF ആയാലും ആ BJPയുടെ പുതിയ നീക്കമായാലും അതിനെ കുറച്ചു കാണാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, ആ പിടിക്കുന്ന വോട്ട് എത്രത്തോളം അവർ പിടിക്കുന്നു അതിനനുസരിച്ച് LDFന് കേരളത്തിൽ സാധ്യത വർദ്ധിക്കും. ഇപ്പൊ ഞാനൊരു കണക്ക് പറയാം. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റ് കിട്ടിയത് 2004-ലാണ്. അന്ന് 18 സീറ്റ് കിട്ടി. അന്ന് BJPക്ക് 12.5% വോട്ട് കിട്ടി.
ആ 12% വോട്ട് കിട്ടിയ ആ കാലത്താണ് ഞങ്ങൾക്ക് 18 സീറ്റ് 20-ൽ 18 കിട്ടിയത്. കേരളത്തിനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൊമാലിയ പരാമർശം പിൻവലിച്ചേ മതിയാകൂ എന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണി. പ്രധാനമന്ത്രിയുടെ പരാമർശം മാപ്പർഹിക്കാത്തതും പദവിക്ക് യോജിക്കാത്തതുമാണ്. ഇതിനെതിരെ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന്റെ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് ആന്റണി ആവശ്യപ്പെട്ടു. ഗോദ്ര സംഭവത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയോട് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്നും രാജനീതി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ആന്റണി പറഞ്ഞു. മോദിയുടെ സൊമാലിയ പരാമർശം ദേശീയ തലത്തിൽ തന്നെ BJPക്ക് നഷ്ടക്കച്ചവടമായിരിക്കുകയാണ്. സൊമാലിയൻ പരാമർശത്തിനെതിരെ യെച്ചൂരിയും പ്രതികരിച്ചു. ഭക്ഷണത്തിന് വേണ്ടി വാവിട്ട് നിലവിളിക്കുന്ന ജനങ്ങളുടെ നാടായ സൊമാലിയ, കടൽ കൊള്ളക്കാരുടെ നാടായ സൊമാലിയ, ആ സൊമാലിയക്കൊപ്പമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് പിൻവലിച്ചേ പറ്റൂ. അദ്ദേഹത്തിന്റെ പരാമർശം This is a ridiculous comparison. I mean, the Prime Minister has done this a number of times in the past. He's made statements that had nothing to do with history, nothing to do with the reality. പ്രവാസികളുടെ ആശാകേന്ദ്രമായ കരിപ്പൂർ വിമാനത്താവളത്തോടുള്ള അവഗണനയും യാത്രാ ദുരിതവും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുകയുകയാണ്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. മലബാറിലെ 10,000-കണക്കിന് പ്രവാസികളുടെ ആശാകേന്ദ്രമായ കരിപ്പൂർ വിമാനത്താവളത്തോടുള്ള അവഗണന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പുകയുന്നു. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കാത്തതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്നില്ലെന്ന് പ്രവാസികളിൽ പരാതി ശക്തമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടുകയാണ്. ഇടതുമുന്നണിയാവട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനാസ്ഥയാണെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. BJP സംസ്ഥാന സർക്കാരിനെയാണ് വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കൊണ്ടോട്ടി, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് കരിപ്പൂരിനെ രക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്നത് വിവിധ പ്രവാസി സംഘടനകളിൽ സജീവ ചർച്ചാ വിഷയമാണ്. മലബാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള സൌദി സെക്ടറിലെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാനാവാത്തതാണ് പ്രവാസികളുടെ രോഷത്തിന് കാരണം. ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടക്കലിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ വാഹനാപകടത്തിൽ 4 പേർ മരിച്ചത് ചർച്ചകൾക്ക് ചൂടുപിടിച്ചിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് സൌദി അറേബ്യയിലേക്ക് വിമാനമുണ്ടായിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിമർശനം. വലിയ വിമാനങ്ങൾ നിർത്തിവച്ചതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കരിപ്പൂരിൽ നിന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ വരുമാനത്തിൽ 27 കോടി രൂപ കുറവാണ് രേഖപ്പെടുത്തിയത്. വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവർക്ക് നിരവധി പേർ ഇമെയിൽ വഴി നിവേദനം അയച്ചിരുന്നു. റൺവേ നവീകരണം അവസാന ഘട്ടത്തിലാണെന്നും അതിന്റെ ഭാഗമായാണ് മെയ് 1 മുതൽ റൺവേ പൂർണ്ണമായി തുറന്നുകൊടുത്തത് എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. പ്രവൃത്തി അവസാനിക്കുന്നതോടെ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതേസമയം റൺവേ ബലപ്പെടുത്തി പൂർണ്ണമായും തുറന്നു നൽകിയിട്ടും ഇത്തവണ ഹജ്ജ് ക്യാമ്പ് നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയത് എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി ഹൃത്തിൽ, മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽപദമിൽ ജയഭേരിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം.
പ്രതിബന്ധത്തിൻ തിരമാലകളിൽ മുങ്ങിയതേയില്ല. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസിന്റെ അക്ഷരമുറ്റത്ത് സ്നേഹാദരവുകളുമായി അവർ വീണ്ടും ഒരുമിച്ചുകൂടി. ഈത്തപ്പനകളാൽ അനാവരണം ചെയ്ത് നവീകരിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൌണ്ടിൽ തയ്യാറാക്കിയ പ്രകൃതിരമണീയമായ മുൽത്തസം സ്ക്വയറിൽ വിവിധ വർഷങ്ങളിൽ മർക്കസിൽ നിന്ന് ബിരുദം നേടിയ സഖാഫികൾക്ക് ഒത്തുകൂടൽ നവ്യാനുഭവമായി. 1985 മുതൽ മർക്കസിൽ നിന്ന് ഇറങ്ങിയ 8000-ൽ പരം സഖാഫികളിൽ നിന്ന് ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യം വഹിക്കുന്ന 1000 സഖാഫികളാണ് 3 ദിവസത്തെ ക്യാമ്പിന് മുൽത്തസം സ്ക്വയറിലെത്തിയത്. ചർച്ചകൾക്കും ക്ലാസുകൾക്കും ഗുരുവര്യർ കാന്തപുരം ഉസ്താദിന്റെ സാന്നിധ്യം മുഴുസമയവുമുണ്ടായത് അവർക്ക് പൂർണ്ണ സന്തുഷ്ടിയേകി. 1000 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൌകര്യത്തോടു കൂടിയുള്ള മുൽത്തസം സ്ക്വയറിലെ 1000 അനുഭവങ്ങളും വിജ്ഞാനധന്യമായ ക്ലാസും ചർച്ചയും വഴി ലഭിച്ച അനുഭവങ്ങളുമായി ഇന്ന് കാലത്ത് 9 മണിയോടെ മർക്കസ് മെയിൻ ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിലേക്ക് അവർ നീങ്ങി. കാലത്ത് 10-ന് മർക്കസ് മെയിൻ ക്യാമ്പസിൽ നടന്ന സമ്പൂർണ്ണ സഖാഫി സംഗമത്തിൽ 7000 സഖാഫികൾ സംബന്ധിച്ചു. സഖാഫി സംഗമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ പ്രസംഗിച്ചു. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ക്ലാസ് എടുത്തു. 3-ന് നടന്ന ബാച്ച് തല സംഗമത്തിൽ ദഅ്വാ കർമ്മ പദ്ധതി ചർച്ച ചെയ്തു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമായി SSF തിരഞ്ഞെടുപ്പ് രേഖ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന കാഴ്ചപ്പാടുകളാണ് SSF രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. ഭരണകൂടം ഏറെ പ്രാധാന്യം നൽകേണ്ട പ്രാഥമിക തലം മുതൽ ഉയർന്ന തലം വരെയുള്ള വിദ്യാഭ്യാസം, അഴിമതിമുക്ത കേരളം, ജലനയം, ലഹരിമുക്ത കേരളം, പരിസ്ഥിതി, വികസന ഗ്രാഫ് തുടങ്ങി വിവിധ മേഖലകളെക്കുറിച്ചുള്ള ബൃഹത്തായ കാഴ്ചപ്പാടുകളാണ് വികസനരേഖയിലുള്ളത്. ദളിത്, പിന്നാക്ക വിഭാഗങ്ങളോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ ഭരണകൂടത്തിന് കഴിയണം. സാമൂഹിക ബോധമില്ലാത്തവരുടെ കൈകളിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിച്ചതിന്റെ ആഘാതം കേരള ജനത ഇന്നും അനുഭവിക്കുകയാണ്. വിദ്യാഭ്യാസ നയങ്ങളിൽ മാറ്റം വരണമെന്നും SSF ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയും വിധം സ്കോളർഷിപ്പ് സ്കീമുകൾ വരണം. സ്വകാര്യ സംരംഭകരെയും വ്യക്തികളെയും NGOകളെയും സഹകരിപ്പിക്കണം. റവന്യൂ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം സ്കോളർഷിപ്പിലേക്കായി ബജറ്റിൽ ഉൾപ്പെടുത്തണം. അഴിമതി തുടച്ചു നീക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. കേരള ജനം അനുഭവിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും രേഖ വിശദമായി പരാമർശിക്കുന്നുണ്ട്. പരിസ്ഥിതിക്ക് മേലുള്ള കയ്യേറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. ജനത്തിന്റെ കുടിവെള്ളം മുട്ടിച്ചുള്ള കുപ്പിവെള്ള വ്യവസായത്തിന് വിലക്ക് ഏർപ്പെടുത്തണം. ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ ജലനയം പ്രഖ്യാപിക്കണം. ലഹരിമുക്ത കേരളത്തിനായി ശക്തമായ ബോധവൽക്കരണം നടത്തണം. പാൻ ഉത്പന്നങ്ങളുടെ നിരോധം അട്ടിമറിക്കാൻ അനുവദിക്കരുത്. മണ്ഡലങ്ങളിൽ ലഹരിമുക്തമാകുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെ ഉൾക്കൊള്ളിച്ച് സമിതി രൂപവൽക്കരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മാസം 16-ന് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള മുഴുവൻ മദ്രസകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് അറിയിച്ചു. കുവൈത്ത് സിറ്റിയിൽ മാസം തോറും നടത്തിവരാറുള്ള കുർത്തുബ ദിക്ർ സ്വലാത്ത് മജ്ലിസ് നാളെ വൈകിട്ട് 3:30-ന് കുവൈത്ത് സിറ്റിയിലെ KPTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാരഗൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ICF നാഷണൽ സിറ്റി സെൻട്രൽ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ ഹാമിദ് യാസിൻ ജൌഹരി കൊല്ലം റമളാൻ മുന്നൊരുക്കം എന്ന വിഷയം ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമായി SSF തിരഞ്ഞെടുപ്പ് രേഖ. ആത്മനിർവൃതിയിൽ ആയിരങ്ങൾ ഒത്തുകൂടി. ഖത്മുൽ ബുഖാരിക്കും ആത്മീയ സമ്മേളനത്തിനും പ്രൗഢമായ സമാപനം. സൊമാലിയ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൌനം കേരളത്തെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. BJP പിടിക്കുന്ന വോട്ടുകൾ LDFന്റെ വിജയസാധ്യത കൂട്ടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.